സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. മാധ്യമപ്രവർത്തകൻ കെ ജയേഷ്. നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിന് സാക്ഷിയായി സാഹിത്യനഗരത്തിന്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുകയാണ് കോഴിക്കോട് തളി മഹാക്ഷേത്രം. കോഴിക്കോട്ടെ ഏറ്റവും പഴക്കമേറിയ ക്ഷേത്രങ്ങളിലൊന്ന്. രേവതി പട്ടത്താനം എന്ന വിദ്വൽ സഭ അരങ്ങേറിയ ഇടം. ആരാധനാലയം എന്നതിനപ്പുറം വിശേഷണങ്ങളും ചരിത്ര പ്രാധാന്യവും ഏറെയുണ്ട് ഈ ക്ഷേത്രത്തിന്. പ്രൗഢി കൊണ്ടും താന്ത്രിക ക്രിയകളുടെ നിഷ്കർഷത കൊണ്ടും ഏറെ പ്രസിദ്ധമാണ് തളി മഹാക്ഷേത്രം. 9-11 നൂറ്റാണ്ടുകൾക്കിടയിൽ ആരംഭിച്ചെങ്കിലും പല ഘട്ടങ്ങളിലായാണ് തളി ക്ഷേത്രനിർമ്മാണം പൂർത്തീകരിച്ചത്. സാമൂതിരിയുടെ ഭരണകാലത്ത് തളി പ്രശസ്തിയിലേക്കുയർന്നു. 1466 മുതൽ 74 വരെ ഭരിച്ച മാനവിക്രമൻ രാജാവിന്റെ കാലത്താണ് കേരളീയ വാസ്തുശില്പശൈലിയിൽ ഇന്നു കാണുന്ന ക്ഷേത്രനിർമ്മാണത്തിന്റെ വലിയൊരു ഭാഗമുണ്ടായത് എന്നു കരുതുന്നു. പടി കടക്കുമ്പോൾ കേളികേട്ട രേവതി പട്ടത്താനം നടന്നിരുന്ന വാതിൽമാടം കാണാം. മുഖമണ്ഡപത്തിന്റെ മച്ചിലെ കൊത്തുപണികൾ ആരെയും അതിശയിപ്പിക്കും. ശ്രീകോവിലിലെ മുകളിലെ കൊത്തുപണികൾ മറ്റൊരത്ഭുതം. മനുഷ്യജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങൾ അതിമനോഹരമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ക്ഷേത്രഗോപുരമാണ് മറ്റൊരാകർഷണം. കാലങ്ങളുടെ പഴക്കമുള്ള ഗോപുരം ഇന്നും പ്രൗഢിയോടെ തലയുയർത്തി നിൽക്കുന്നു. ഗോപുരത്തിനു മുന്നിൽ തണൽ വിരിക്കുന്ന ആൽമരങ്ങൾ. ക്ഷേത്രക്കുളത്തിന് എതിർവശത്തായി പ്രസിദ്ധമായ തളി മഹാഗണപതി ബാലസുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നു. ക്ഷേത്രത്തിന്റെ പ്രതാപകാലത്തായിരുന്നു 7 ദിവസം നീണ്ടുനിന്ന രേവതി പട്ടത്താനം എന്ന പണ്ഡിത സദസ്സ് നടന്നുവന്നിരുന്നത്. തുലാമാസത്തിലെ രേവതി നക്ഷത്രത്തിൽ തുടങ്ങി തിരുവാതിര നക്ഷത്രം വരെ നീണ്ടുനിൽക്കുന്ന ഒരു മഹോത്സവമായിരുന്നു ഒരു കാലത്ത് ഇത്. തളി ക്ഷേത്രത്തിലെ വാതിൽമാടത്തിലെ ഇടവും വലവുമുള്ള ഉയർന്ന വിശാലമായ വാതിൽമാടത്തറകളിലാണ് പണ്ഡിത സദസ്സ് കൂടിയിരുന്നത്. പോർച്ചുഗീസുകാരുടെയും മൈസൂരിന്റെയും കടന്നുകയറ്റങ്ങൾ തളി ക്ഷേത്രത്തെയും ബാധിച്ചു. വ്യാപാരാവശ്യത്തിനെത്തിയ പോർച്ചുഗീസുകാർ രാഷ്ട്രീയാധിപത്യത്തിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. 1510 പോർച്ചുഗീസ് വൈസ്രോയി അൽബുക്കർക്ക് കോഴിക്കോട് ആക്രമിച്ചു. എന്നാൽ അദ്ദേഹത്തെ ചെറുത്തു തോൽപ്പിക്കാൻ നായർ പടയാളികൾക്ക് സാധിച്ചു. 1766 മൈസൂർ ഭരണാധികാരിയായിരുന്ന ഹൈദരലി കോഴിക്കോടും പരിസര പ്രദേശങ്ങളും ആക്രമിക്കുന്നത്. തളി ക്ഷേത്രത്തിലെത്തിയ മൈസൂർ സൈന്യം ക്ഷേത്രത്തിന്റെ വെൺമാടങ്ങൾ തീയിട്ടു നശിപ്പിച്ചു. തുടർന്ന് ഏറെക്കാലം ക്ഷേത്രം ആരാധനയില്ലാതെ മുരടിച്ചു കിടന്നു. 1793 പൂജാവിധികൾ പുനരാരംഭിക്കുന്നത്. അപ്പോഴേക്കും സാമൂതിരി നാടുൾപ്പെടുന്ന പ്രദേശം ബ്രിട്ടീഷ് അധീനതയിലായി കഴിഞ്ഞിരുന്നു. എങ്കിലും ക്ഷേത്രത്തിന്മേലുള്ള സാമൂതിരിയുടെ ഉടമസ്ഥാവകാശം നിയമവിധേയമായി അവർ അംഗീകരിച്ചു. ഹൈദരലിയുടെ ആക്രമണത്തോടെ 1470 ആരംഭിച്ച വിജ്ഞാന സദസ്സായ രേവതി പട്ടത്താനം അവസാനിച്ചു. 1850 പുനരാരംഭിച്ച പട്ടത്താനം ഇന്നും തുടർന്നുവരുന്നു. തളി സമരമാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു സുപ്രധാന ഏട്. ക്ഷേത്രത്തിന് സമീപമുള്ള വഴികളിലൂടെ അവർണ സമുദായക്കാർക്ക് നടക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടപ്പോൾ മലബാർ കലക്ടറെ മുൻകൂട്ടി അറിയിച്ച് നിരോധന പലക വലിച്ചെറിഞ്ഞ് സി കൃഷ്ണനും മഞ്ചേരി രാമയ്യരും ചേർന്ന് കടന്നുപോയ സംഭവം മലബാറിലെ അവർണ സമുദായങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യ ചരിത്രത്തിലെ നാഴികക്കല്ലാണ്. സ്വാതന്ത്ര്യാനന്തരം പലപ്പോഴായി ക്ഷേത്ര പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 2009 ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ശിവക്ഷേത്രത്തിലെ ചുമർ ചിത്രങ്ങളും ശില്പങ്ങളും സംരക്ഷിക്കാനുള്ള നടപടികൾ തുടങ്ങി. 2021 പൈതൃക സംരക്ഷണ പദ്ധതിയുടെ ഭാഗമായി തളിക്കുളവും പരിസരവും നവീകരിച്ചു. ചുവരുകളിൽ സാമൂതിരി ഭരണകാലത്തെ വിവിധ ദൃശ്യങ്ങൾ ആവിഷ്കരിച്ചു. ആൽത്തറയിൽ സന്ദർശകർക്ക് ഇരിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കി. ചരിത്രവും ആചാരവും വിശ്വാസവുമെല്ലാം കൂടിച്ചേർന്ന് സാഹിത്യനഗരത്തിന്റെ തിലകക്കുറിയായി നിലകൊള്ളുകയാണ് തളി മഹാക്ഷേത്രം. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി ബുധനാഴ്ച രാവിലെ 7:10.